ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ PSC ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഡ്രൈവർ എക്സാമിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ 6 മാർക്കും എക്കണോമിക്സ് 4 മാർക്കും ടോട്ടൽ 10 മാർക്ക് GK സെക്ഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. കമ്പാരിറ്റീവ്ലി പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന സിലബസ് ആണ് ഈ പറയുന്ന എക്കണോമിക്സിന്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം ഇൻഡെപ്തിൽ വരെ ചോദ്യങ്ങൾ വരുന്നതാണ്. 1 വേർഡ് മുതൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരെ വരുന്ന ഒരു ഏരിയ ആണ്. ഈ 10 മാർക്കും നേടിയെടുക്കാനായിട്ട് നമ്മൾ എന്തുകൂടെ പഠിച്ചിരിക്കണം? SCRT കൂടെ പഠിച്ചിരിക്കണം. കാരണം 5 മുതൽ 10 വരെയുള്ള SCRTകൾക്ക് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ആ മാറ്റം വന്ന SCRTകളെ ബേസ് ചെയ്താണ് ഈ കഴിഞ്ഞ എക്സാമുകൾക്ക് ഉൾപ്പെടെ നിരവധി ചോദ്യങ്ങൾ വരുന്നത്. ഈ ഒരു 10 മാർക്ക് നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് പഠിക്കണം? SCRT കൂടെ നമ്മൾ മനസ്സിലാക്കണം. SCRTയിലെ ഓരോ ലൈനിൽ നിന്ന് വരെ എന്ത് വരുന്നുണ്ട്? ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഇൻ SCRT ഈസ് സോ ഇമ്പോർട്ടന്റ്. അല്ലെ, SCRTയിലുള്ള എല്ലാ പോയിന്റുകളും എന്താണ്? അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഈ പറയുന്ന എക്കണോമിക്സിന്റെയും അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെയും പ്രധാനപ്പെട്ട SCRT ചാപ്റ്ററുകൾ ഏതെല്ലാമാണ് നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. നോക്കിക്കൊള്ളുക. ആദ്യം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതെല്ലാമാണ് നോക്കേണ്ടത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട പുതിയ SCRT ചാപ്റ്ററുകൾ ഏതെല്ലാമാണ്? ഒന്നാമത്തെ ചാപ്റ്റർ ക്ലാസ് 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭരണഘടനയ്ക്ക് ഒരു മുഖവര എന്ന് പറയുന്ന ചാപ്റ്റർ. അവിടെ ഈ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്തത് 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭരണഘടന വഴിയും വഴികാട്ടിയും. അവിടെ ഈ പറയുന്ന ഭരണഘടന നിയമനിർമ്മാണ സഭയെ പറ്റിയുള്ള കാര്യങ്ങളും കൺസെപ്റ്റുകളും കൊടുത്തിട്ടുണ്ട്. ക്ലാസ് 8ലെ 5ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. അല്ല, അവിടെ മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും. അല്ലെ, ഇനി 9ാം ക്ലാസ്സിലെ ചാപ്റ്ററുകളാണ്. 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. അവിടെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും തുടങ്ങിയ കാര്യങ്ങളും അല്ലെ റിട്ടുകളും തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. അല്ലെ, അതേപോലെ തന്നെ 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ലിംഗവിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക്. അല്ലെ, 5ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ജനങ്ങൾ ജനങ്ങളാൽ. അതേപോലെ തന്നെ 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ അധികാരം ജനങ്ങൾക്ക്. ഈ ചാപ്റ്ററുകൾ പഠിക്കുവാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള 6 മാർക്കില് നമുക്ക് വളരെ ഈസി ആയിട്ട് 6 മാർക്ക് സ്കോർ ചെയ്യാം. കാരണം SCRT ബേസ് ചെയ്താണ് പല ചോദ്യങ്ങളും വരുന്നത്. അതിലെ പോയിന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററുകൾ വളരെ കൃത്യമായിട്ട് പഠിക്കണം. പലർക്കും സംശയമുണ്ട്, ഈ SCRT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എവിടെ നിന്ന് ലഭിക്കും? നമുക്ക് സമഗ്രയുടെ ഫ്രീ സൈറ്റുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ ഗൂഗിളിൽ സമഗ്ര എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും താഴെയായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒന്നുണ്ട്. അവിടെ ക്ലാസ് അടിച്ചു കൊടുക്കുക, സബ്ജക്ട് അടിച്ചു കൊടുക്കുക, ഡൗൺലോഡ് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ഫോണിൽ PDF രൂപത്തിൽ അവൈലബിൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് അത് പ്രിന്റ് എടുക്കണമെങ്കിൽ അവിടുത്തെ അത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? പ്രിന്റ് എടുക്കാവുന്നതാണ്. ഈ പറയുന്ന SCRTസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുവാണെങ്കിൽ അവിടെ നിന്ന് നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അടുത്തത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിന് നമുക്ക് 4 മാർക്കാണ് വരുന്നത്. അല്ലെ, 4 മാർക്കിന് നമ്മൾ പഠിച്ചിരിക്കേണ്ട SCRT ചാപ്റ്ററുകൾ ഏതെല്ലാമാണ്? അതില് ഒന്ന് 6ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ. 6ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഏത്? കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക്. കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. 6ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എന്താണ്? സ്വരുക്കൂട്ടാം കരുതി വെക്കാം എന്ന് പറയുന്ന ചാപ്റ്റർ. 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ എന്താണ്? അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയുമാണ്. 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ. 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളെ. അതേപോലെ തന്നെ 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും. ഈ ചാപ്റ്ററുകളെ എക്കണോമിക്സിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഈ ചാപ്റ്ററുകളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അല്ലെ, അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷന്റെയും എക്കണോമിക്സിന്റെയും പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട മാറ്റം വന്ന SCRT ചാപ്റ്ററുകളാണ്. ഇതേപോലെ എല്ലാ സബ്ജക്റ്റിന്റെ വീഡിയോ നമുക്ക് ചെയ്യാം.
അപ്പൊ ഇനി അടുത്ത നമുക്ക് ചെയ്യാവുന്നത് ഈ പറയുന്ന ജോഗ്രഫിയുടെയും ഹിസ്റ്ററിയുടെയും ഏതെല്ലാം ചാപ്റ്ററുകൾ പഠിക്കണം എന്നുള്ളത്. ഇതിന്റെ അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും ഏതെല്ലാം SCERT ചാപ്റ്ററുകൾ പഠിക്കണം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റായി രേഖപ്പെടുത്തുക അല്ലെ. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പോർഷൻസ് പഠിക്കുവാണെങ്കിൽ നമുക്ക് അവിടുന്ന് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇനി നോക്കിക്കൊള്ളുക, നമ്മുടെ ഡ്രൈവർ എക്സാമുകളെ നോക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ കൈകളിലുള്ളൂ. ആ ചുരുങ്ങിയ സമയം വിനിയോഗിക്കണം, കൃത്യമായിട്ട് വിനിയോഗിക്കുകയാണ് എങ്കിൽ ഡ്രൈവർ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് CSET ഏറ്റവും പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബാച്ചുകളിലൂടെ ലൈവ് സെക്ഷൻസ്, റെക്കോർഡഡ് സെക്ഷൻസ്, വീക്ക്ലി എക്സാമുകൾ, ഡെയിലി കറണ്ട് അഫയേഴ്സ് തുടങ്ങിയവയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡ്രൈവർ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിൽ എത്താം. അപ്പൊ നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.